നമസ്കാരം. മുസ്ലിങ്ങൾക്കിടയിൽ, ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ ഒരു രാമായണം രചിക്കപ്പെട്ടിരുന്നു. അത് അറബി നാട്ടിൽ അവരുടെ ബാലസാഹിത്യത്തിനൊപ്പം ഏറെ ചർച്ച ചെയ്യപ്പെടുകയും കുട്ടികൾ രസകരമായി അത് വായിച്ച് ആസ്വദിക്കുകയും ചെയ്തിരുന്നു. അതിനേറെ പ്രചാരമുണ്ടായിരുന്നു. ഒരു ഇസ്ലാം മതവിശ്വാസി രാമകഥ രാമായണ രൂപത്തിൽ എഴുതിയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വാസം വരില്ല. പക്ഷേ അങ്ങനെ ഒന്നുണ്ട്. അറബി രാമായണം എന്ന് നമ്മൾ പേര് വിളിക്കുന്ന രാമായണം, അതിൻ്റെ കർത്താവ് കൊടുത്തിരുന്ന, രചയിതാവ് കൊടുത്തിരുന്ന പേര് ഫീ ഗാബത്തി ഷയാത്തീൻ എന്നാണ്. അതായത് ചെകുത്താന്മാരുടെ കാട് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇത് എഴുതിയത് ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഒരു അറബി പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ പേര് കാമിൽ കൈലാനി എന്നാണ്. കാമിൽ ജീലാനി എന്നും അദ്ദേഹത്തിൻ്റെ പേരിൽ ചില പുസ്തകങ്ങളിൽ അച്ചടിച്ച് കാണുന്നുണ്ട്. ഇദ്ദേഹം ഒരു അറബി പണ്ഡിതനായിരുന്നു, ഇംഗ്ലീഷ് ഭാഷാ പണ്ഡിതനായിരുന്നു, ഫ്രഞ്ച് സാഹിത്യത്തിലും ഫ്രഞ്ച് ഭാഷയിലും പ്രാവീണ്യം നേടിയ ആളായിരുന്നു, ഒരു പത്രാധിപരായിരുന്നു. അങ്ങനെയൊക്കെ ഏറെ ശ്രദ്ധ നേടിയ ഒരു വ്യക്തിയാണ് കാമിൽ കൈലാനി. ഇദ്ദേഹം ഒരു ബാലസാഹിത്യകാരനായിരുന്നു. 1897 ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹം കുട്ടികളെ കഥകൾ പഠിപ്പിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ നല്ല കഥകളിലൂടെ കുട്ടികളുടെ ശ്രദ്ധ ആകർഷിക്കാനും കുട്ടികളെ നേർവഴിക്ക് നയിക്കാനും കഴിയും എന്ന് വിശ്വസിച്ച കാമിൽ കൈലാനി ധാരാളം ബാലസാഹിത്യ കൃതികൾ എഴുതി. ഒരുപാട് വിവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. 200ഓളം ബാലസാഹിത്യ കൃതികളും മറ്റ് കൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്, വിവർത്തനങ്ങൾക്ക് പുറമെ. അങ്ങനെയാണ് ഇദ്ദേഹം ഫീ ഗാബത്തി ഷയാത്തീൻ എന്ന് പറയുന്ന ഈ രാമായണ കഥ അറബി ഭാഷയിലേക്ക് എഴുതുന്നത്. ഇതിൻ്റെ രചനയെക്കുറിച്ച് കുറേ കാലം നമുക്ക് അജ്ഞാതമായിരുന്നു. എന്നാൽ 1985 കാലഘട്ടത്തിൽ കോഴിക്കോട് സർവകലാശാലയിൽ അറബി മെയിനായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഈ ഫീ ഗാബത്തി ഷയാത്തീൻ എന്ന് പറയുന്ന കാമിൽ കൈലാനിയുടെ പുസ്തകം കൂടി ഉൾപ്പെടുത്തിയിരുന്നു. അങ്ങനെ അത് കുട്ടികൾ പഠിച്ചു തുടങ്ങി. എന്നിട്ടും ഇതങ്ങോട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല. തുടർന്ന് ഒരു അറബി അധ്യാപകനായിരുന്ന KA ഖാദർ ഫൈസി, അദ്ദേഹം ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അങ്ങനെയാണ് ഇത് നമ്മൾ കൂടുതൽ വായിക്കുന്നതും അറിയുന്നതും. ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ട് ആ പേരിൻ്റെ തന്നെ മലയാള പദം ഫീ ഗാബത്തി ഷയാത്തീൻ എന്നതിൻ്റെ മലയാള പദമായ ചെകുത്താൻ്റെ കാട് എന്നാണ് കൊടുക്കേണ്ടത്. പക്ഷെ അദ്ദേഹം ചെകുത്താൻ്റെ കാട് എന്നല്ല കൊടുത്തത്, ബാലരാമായണം എന്നുള്ള പേരാണ് അദ്ദേഹം കൊടുത്തിരുന്നത്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു, കാമിൽ ബുൽക്കെ എന്ന് പറയുന്ന ബെൽജിയംകാരൻ നമ്മുടെ ഭാരതത്തിൽ വന്ന് ഹിന്ദിയിലും സംസ്കൃതത്തിലും ഒക്കെ പാണ്ഡിത്യം നേടിയിട്ട് രാമകഥയ്ക്ക് പിന്നാലെ പോയി എന്നും അദ്ദേഹം അന്ന് ലഭ്യമായിട്ടുള്ള എല്ലാ രാമായണങ്ങളെയും കുറിച്ച് തൻ്റെ രാമകഥ ഉൽപ്പത്തിയും വികാസവും എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു രാമായണത്തെക്കുറിച്ച് പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് ഈ രാമായണമാണ്. കാമിൽ ബുൽക്കെ തൻ്റെ രാമായണ അന്വേഷണങ്ങൾക്കിടയിൽ ഈ രാമായണത്തെ കാണാത്തതാണോ അതോ അദ്ദേഹം അത് ശ്രദ്ധിക്കാത്തതോ അവഗണിച്ചതോ എന്നറിയില്ല. ഏതായാലും ഏറെ ശ്രദ്ധേയമായ ബാലസാഹിത്യ കൃതിയുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒരു രാമായണം അറബി സാഹിത്യത്തിലുണ്ട്. ഈ ബാലരാമായണം കുമാരനാശാനും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഏതായാലും അറബി രാമായണം എന്നറിയപ്പെടുന്ന ബാലരാമായണം, രാമൻ ബാലിയെ കൊല്ലുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് സുഗ്രീവനെ സ്ഥാനഭ്രഷ്ടനാക്കിയതിനു ശേഷം സുഗ്രീവന്റെ ഭാര്യയെ ബാലി അപഹരിച്ചു കൊണ്ടുപോകുന്നു. ഇതിൽ ദുഃഖിതനായ സുഗ്രീവൻ രാമനോട് സങ്കടം പറയുകയും അങ്ങനെയുണ്ടായ യുദ്ധത്തിലാണ് ബാലി കൊല്ലപ്പെടുന്നത്. അവിടെ രാമന്റെ ഭാഗത്താണ് കാമിൽ കൈലാനി ന്യായം ചാർത്തിക്കൊടുക്കുന്നത്. അതുപോലെ ഗർഭിണിയായ സീതയെ ഉപേക്ഷിക്കുന്ന രാമൻ ഈ രാമകഥയിലില്ല, ബാലരാമായണത്തിലില്ല. അതുപോലെ തന്നെ ശംഭൂകൻ എന്ന് പറയുന്ന ശൂദ്ര സന്യാസിയെ കൊല്ലുന്ന രാമൻ ഈ കഥയിലില്ല. ശൂർപ്പണഖ എന്ന് പറയുന്ന കഥാപാത്രം പോലും ഈ കഥയിലില്ല. ഏറെ ഹൃദ്യമായ, കുട്ടികൾക്ക് കൗതുകമുണർത്തുന്ന, അല്ലെങ്കിൽ അവരെ രസിപ്പിക്കുന്ന വിധത്തിൽ ഭാര്യയെ ഉപേക്ഷിക്കുന്ന രാമനില്ല. ഭാര്യയുമായിട്ട് സന്തോഷത്തോടെ ഭാര്യയും മക്കളുമൊക്കെ ആയിട്ട് ജീവിക്കുന്ന രാമനാണ് ഈ കഥയിലുള്ളത്. ഒരു വലിയ കാട്ടിൽ ചെന്ന് കുറേ ദുഷ്ടശക്തികളെയൊക്കെ നിഗ്രഹിച്ച് അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി സന്തോഷത്തോടെ വിജയിയായി മടങ്ങി വരുന്ന
മടങ്ങി വന്ന് തൻ്റെ രാജ്യത്ത് ജീവിക്കുന്ന രാമനെയാണ് ഈ അറബി രാമായണത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മാപ്പിള രാമായണം എന്നൊരു രാമായണമുണ്ട്, അത് രണ്ടാണ്. മാപ്പിള രാമായണം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അത് രാമായണത്തിൻ്റെ ശീലുകൾ പ്രത്യേകമായ വിധത്തിൽ എഴുതി, അറബി മലയാള ഭാഷയിൽ എഴുതി, പ്രത്യേകമായ താളത്തിൽ മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിലൊക്കെ ചൊല്ലുന്ന ഒന്നാണ് മാപ്പിള രാമായണം എന്ന് പറയുന്നത്. ഈ അറബി രാമായണം വേറെ, മാപ്പിള രാമായണം വേറെ. അറബി രാമായണം എന്ന് പറയുന്നത് കാമിൽ കൈലാനി എന്ന് പറയുന്ന ഒരു അറബി പണ്ഡിതൻ, ഈജിപ്ഷ്യൻ പണ്ഡിതൻ രചിച്ചതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടി നിങ്ങൾ കൂടുതൽ അന്വേഷിക്കണം. അറബി രാമായണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ സൂചന മാത്രമാണ് ഞാൻ നൽകിയത്. അപ്പോൾ ഒരു പുതിയ രാമായണത്തെ കൂടി നമ്മൾ കേട്ടു. രാമായണത്തിൻ്റെ മറ്റൊരു വിശേഷവുമായിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.